بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ തസവൂഫ് ഗ്രന്ഥമാണ് സിറുൽ അസ്റാർ. ഈ സിറുൽ അസ്റാറില് 24 ഫസ്ലുകളാണുള്ളത്. ശുദ്ധമായ കലിമത്ത് തൗഹീദിന് 24 അക്ഷരങ്ങളുള്ളതുപോലെ അതേ എണ്ണത്തില് 24 അധ്യായങ്ങളായിട്ടാണ് ഈ സിറുൽ അസ്റാർ എന്ന കിതാബ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഒരാൾ ഉൾക്കൊണ്ടാൽ എത്തിയാൽ ആ മനുഷ്യന് എല്ലാ രഹസ്യങ്ങളുടെയും പരമരഹസ്യത്തെ എത്തിക്കുന്നതാണ്. ഈ കിതാബിന്റെ 13-14 അധ്യായങ്ങൾ അതാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അഥവാ ശരീഅത്തിലും ത്വരീഖത്തിലും നിസ്കാരം, ശുദ്ധി ഇവയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ആദ്യമായി 13-ാമത്തെ അധ്യായം അൽ ഫസ്ലു സാലിസ് അശർ ഫീ ബയാനി ത്വഹാറ, ശുദ്ധീകരണം, ശുദ്ധി, അതിനെ വിശദീകരിക്കുന്ന ബാബ്. ഫത്വഹാറത്തു അലാ നൗഅൈൻ, ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ പറയുന്നു, ശുദ്ധി 2 വിധമാണ്. നമ്മൾ ഈ വിഷയം നേരത്തെ അറിയുന്നതാണെങ്കിലും ഈ വിഷയത്തെ ശുദ്ധി ഉണ്ടെങ്കിലും തജ്ദീദുൽ വുളൂ എന്ന് പറയില്ലേ, ശുദ്ധി പുതുക്കുക എന്നതുപോലെ ഈ അറിവും പുതുക്കല് അനിവാര്യമാണ്. കാരണം അപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്. ശുദ്ധി 2 വിധം, ത്വഹാറത്തുൽ ലാഹിർ വ ത്വഹാറത്തുൽ ബാത്തിൻ. 1 ബാഹ്യ ശുദ്ധി, 2 ആന്തരിക ശുദ്ധി. ത്വഹാറത്തുൽ ലാഹിർ, ആദ്യമായി ബാഹ്യ ശുദ്ധി, തഹ്സുലു ബിമാഇ ശരീഅ, അത് ശരീഅത്താകുന്ന വെള്ളം കൊണ്ട് ലഭിക്കുന്നതാണ്. ശരീഅത്തിന്റെ വെള്ളം കൊണ്ടാണ് ബാഹ്യ ശുദ്ധീകരണം സാധ്യമാകുന്നത്. വതഹാറത്തുൽ ബാത്തിൻ, എന്നാൽ ആന്തരിക ശുദ്ധീകരണം, തഹ്സുലു ബിമാഇ തൗബത്തി വത്തൽഖീനി വത്തസ്ഫിയതി വസുലൂകി ത്വരീഖ്, അത് ഉണ്ടാകുന്നത് തൗബയുടെയും തൽഖീനിന്റെയും തസ്ഫിയത്തിന്റെയും സുലൂക്കിന്റെയും വെള്ളം കൊണ്ടാകുന്നു. തൗബ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക.
തൽഖീൻ മുറബ്ബിയായ ശൈഖിൽ നിന്ന് ദിക്ർ സ്വീകരിക്കുക, തസ്ഫിയത്ത് ഹൃദയം ശുദ്ധീകരിക്കുക, സുലൂഖു തരീഖ് ഇതിനു വേണ്ടിയിട്ട് തരീഖത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുക. അഥവാ തൗബ ചെയ്ത് ദിക്ർ സ്വീകരിച്ച് ശുദ്ധമായ ഹൃദയത്തോടുകൂടി തരീഖത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ആന്തരികമായ ശുദ്ധി ഉണ്ടാകുന്നത്. രണ്ട് വെള്ളത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ബാഹ്യ ശുദ്ധീകരണം ശരീഅത്തിന്റെ വെള്ളം കൊണ്ടാണെങ്കിൽ ആന്തരിക ശുദ്ധീകരണം ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ്. തൗബ, തൽഖീൻ, തസ്ഫിയത്ത്, സുലൂക്ക്. ഇനി ഒരാൾക്ക് ശരീഅത്തിന്റെ വുളൂ മുറിഞ്ഞു പോയാൽ ബിഖുറൂജിൻ നജസി, ഉദാഹരണം വല്ല നജസ് പുറപ്പെടുകയോ മറ്റോ കൊണ്ട് ശരീഅത്തിന്റെ വുളൂ മുറിഞ്ഞാൽ യജിബു തജ്ദീദുൽ വുളൂഇ, ആ വുളൂ പുതുക്കൽ നിർബന്ധമാകുന്നു. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ജദ്ദദൽ വുളൂഅ ജദ്ദദല്ലാഹു ഈമാനഹു, ഒരാൾ വുളൂ പുതുക്കിയാൽ അവന്റെ ഈമാനിനെ അല്ലാഹു പുതുക്കുന്നതാണ്. അപ്പൊ തജ്ദീദുൽ വുളൂ അത് വളരെ അനിവാര്യമാണ്. എന്നാൽ ഫഇദൻ തഖല വുളൂഉൽ ബാത്തിൻ, ഒരാൾ ബാത്തിനിയായ വുളൂ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അത് മുറിഞ്ഞു പോയാൽ ബിൽ അഫ്ആലി ദമീമ വൽ അഖ്ലാഖി റദിയ, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? വളരെ മോശമായ പ്രവൃത്തികൾ, വളരെ താഴ്ന്ന നീചമായ സ്വഭാവങ്ങൾ. ഉദാഹരണം കൽ കിബിരി വൽ ഹഖദി വൽ ഹസദി വൽ ഉജ്ബി വൽ ഗീബത്തി വൽ കദിബി വൽ ഖിയാന, അഹങ്കാരം, ഉൾനാട്യം, അസൂയ, ഞാനെന്ന ഭാവം, ഗീബത്ത് യശനി, കളവ് പറയുക, വഞ്ചിക്കുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ ബാത്തിനിയായ വുളൂ മുറിഞ്ഞു പോയാൽ അതിന്റെ പുതുക്കൽ, അതായത് ബാത്തിനിയായ വുളൂഇനെ പുതുക്കൽ ബിഇഖ്ലാസി തൗബത്തി അൻ ഹാദിഹിൽ മുഫ്സിദാത്ത്, ഈ ഫസാദാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യുക എന്നതുകൊണ്ടാണ്. അതായത് കാക്കത്തൗബയല്ല, പേരിന് തൗബയല്ല, വളരെ നിഷ്കളങ്കമായി തന്നിൽ നിന്ന് ഇങ്ങനെ തെറ്റ് സംഭവിച്ചു പോയല്ലോ എന്ന് അള്ളാഹുവിനോട് തുറന്ന് പറയുക. ഒരാൾക്ക് തന്റെ ഷെയ്ഖിനോടാണ് ഈ അദബുകൾ സംഭവിച്ചെങ്കിൽ ഷെയ്ഖ് മുറബിയുടെ ഹളറത്തിൽ വന്ന് തന്റെ കുറ്റം ഏറ്റു പറയുക, മനസ്സ് തട്ടി പറയുക. അങ്ങനെ എപ്പോഴാണോ അവിടുന്ന് മാപ്പ് തരുന്നത് അതുവരെ സബൂർ ചെയ്ത് അവിടുന്ന് മാപ്പ് കിട്ടുമ്പോൾ ആണ് അദ്ദേഹത്തിന്, ആ മനുഷ്യന് ബാത്തിനിയായ വുളൂ പുതുങ്ങി കിട്ടുന്നത്. രണ്ട് വുളൂയും അതിന്റെ രണ്ട് വുളൂവും മുറിയുന്ന രൂപങ്ങളും അതെങ്ങനെ വീണ്ടെടുക്കാം എന്നും എല്ലാം വളരെ വ്യക്തമായി വിശദീകരിച്ചു. ഒരു ആരിഫിന് അനിവാര്യമാണ് തന്റെ തൗബയിൽ ഈ ആഫത്തുകൾ വന്നു പോകുന്നതിനെ തൊട്ട് സൂക്ഷിക്കൽ അനിവാര്യമാണ്. അഥവാ കിബ്ർ, റിയാ, ഹസദ് പോലെയുള്ള ബാത്തിനിയായ അവന്റെ വുളൂഇനെ ഫസാദാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഫതകൂനു സ്വലാത്തുഹു താമ്മ, അപ്പോഴാണ് ആ മനുഷ്യന്റെ നിസ്കാരം സമ്പൂർണമാകുന്നത്. അപ്പോ ഒരു മനുഷ്യന് ലാഹിറൻ വ ബാത്തിനൻ സമ്പൂർണമായി വുളൂ ഉണ്ടാകുമ്പോഴാണ് ആ മനുഷ്യന് സമ്പൂർണമായ നിസ്കാരവും ഉണ്ടാകുന്നത്.
മാത്രമല്ല മഹാനവറുകൾ പറയുന്നു, ഫവുദൂഉല്ലാഹി വസ്വലാത്തുഹു മുഅഖ്ഖതത്തുൻ. ലാഹിറൻ വുദൂഉം ലാഹിറൻ നിസ്കാരവും മുഅഖ്ഖതത്തുൻ അത് സമയബന്ധിതമാണ്. എന്നാൽ വവുദൂഉൽ ബാത്തിനി വസ്വലാത്തുഹു മുഅബ്ബദത്തുൻ ഫീ ജമീഇ ഉംരിഹി. ബാത്തിനിയായ വുദൂഉം ബാത്തിനിയായ നിസ്കാരവും ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ മുത്തസില. 24 മണിക്കൂറും ബാത്തിനിയായ വുദൂഉം നിസ്കാരവും ഒരു മനുഷ്യനുമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോ ലാഹിറൻ വുദൂഉ ലാഹിറൻ നിസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണെങ്കിൽ, ബാത്തിനിയായ വുദൂഉം ബാത്തിനിയായ നിസ്കാരവും ഒരു മനുഷ്യന്റെ ആയുസിന്റെ അവസാന ശ്വാസം വരെയാകുന്നു. ഈ കാര്യം അടുത്ത അധ്യായത്തിൽ ഒന്നുകൂടി ഉപ്പാപ്പ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അൽ ഫസ്ലു റാബി അശർ ഫീ ബയാനി സ്വലാത്തി ശരീഅ വത്വരീഖ. 14-ാമത്തെ അധ്യായം ശരീഅത്തിലും ത്വരീഖത്തിലും നിസ്കാരം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായമാണിത്. അമ്മാ സ്വലാത്തു ശരീഅ, അപ്പോൾ ശരീഅത്തിലെ നിസ്കാരം എന്ന് പറയുന്നത് ഫഖദ് ഉലിമത് ബിഹാദിഹിൽ ആയ ഹാഫിളു അലസ് സ്വലവാത്ത്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഹാഫിളു അലസ് സ്വലവാത്ത്, നിസ്കാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, നിസ്കാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന കൽപ്പനയിൽ നിന്ന് തന്നെ ശരീഅത്തിന്റെ നിസ്കാരം സൂക്ഷിക്കണം എന്ന് അല്ലാഹു കൽപ്പിക്കുകയുണ്ടായി. വൽ മുറാദു മിൻഹ, അതുകൊണ്ടുള്ള ഉദ്ദേശം, അതായത് നിസ്കാരങ്ങളെ സൂക്ഷിക്കുക എന്നതിന്റെ ഉദ്ദേശം അർക്കാനുൽ ജവാരിഹിൽ ലാഹിറ ബിഹർകത്തിൽ ജിസ്മാനിയ മിസ്ലൽ ഖിയാം വൽ ഖിറാഅ വൽ റുകൂഇ വസ്സുജൂദി വൽ ഖുഊദി വസ്സൗതി വൽ അൽഫാൽ. അതായത് നിസ്കാരത്തിലുള്ള നൃത്തം, ഇരുത്തം, ഓതല്, റുകൂഅ്, സുജൂദ് തുടങ്ങിയ ബാഹ്യമായ ഈ നിസ്കാരമാണ് ഹാഫിളു അലസ് സ്വലവാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിദാലിക ജാഅൽ ഫളലുൽ ജംഉ യഅനി ഖാല അല്ലാഹു തആല ഹാഫിളു. ഇതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാകുന്നു. അപ്പോ ലാഹിറ നിസ്കാരത്തിനെ സൂചിപ്പിക്കുന്ന, ലാഹിറ നിസ്കാരത്തിനെ നിർദ്ദേശിക്കുന്ന, കൽപ്പിക്കുന്ന ആയത്താണ് ഹാഫിളു അലസ് സ്വലവാത്ത്. പാപ്പയുടെ തഫ്സീർ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇത് പിന്നീട് കേൾക്കുന്ന പണ്ഡിതന്മാര് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കാരണം ഉപ്പാപ്പ പറയുന്നത് നോക്കൂ, വഅമ്മാ സ്വലാത്തു ത്വരീഖ. അപ്പോൾ ത്വരീഖത്തിന്റെ നിസ്കാരം എന്ന് പറയുന്നത് ഫഹിയ സ്വലാത്തുൽ ഖൽബ്, അത് ഖൽബ് കൊണ്ടുള്ള നിസ്കാരമാകുന്നു, ഖൽബിന്റെ നിസ്കാരമാകുന്നു. വഹിയ മുഅബ്ബദത്തുൻ, അത് കാലാകാലം നിലനിൽക്കുന്ന നിസ്കാരമാകുന്നു. ഫഖദ് ഉലിമത് ബിഹാദിഹിൽ ആയ, ഈ ആയത്ത് കൊണ്ട് തന്നെ അക്കാര്യം വളരെ വ്യക്തമാണ്. ഏതാണ് ആയത്ത്? ഹാഫിളു അലസ് സ്വലവാത്തി എന്ന ഈ ആയത്ത് തന്നെ. ഈ ആയത്ത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി, ഹാഫിളു അലസ് സ്വലവാത്തി വസ്സലാത്തിൽ വുസ്താ, നിസ്കാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വുസ്താ നിസ്കാരം നിങ്ങൾ സൂക്ഷിക്കുക. എല്ലാ നിസ്കാരങ്ങളെയും സൂക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞു, വുസ്താ നിസ്കാരം നിങ്ങൾ സൂക്ഷിക്കുക. തഫ്സീറുകളിൽ ഇതിന് അസ്ര നിസ്കാരം എന്നും മറ്റു ചില വസ്തുക്കളുടെ പേരുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ തഫ്സീർ പറയേണ്ടത് എല്ലാമായ എല്ലാം തികഞ്ഞ ഗുരു ഗൗസുല്ല എന്ന ഉപ്പാപ്പയാണ്. ഉപ്പാപ്പ പറയുന്നു, വൽ മുറാദു മിനസ് സ്വലാത്തിൽ വുസ്താ സ്വലാത്തുൽ ഖൽബ്. അല്ലാഹു സൂറത്തുൽ ബഖറയിലെ
സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം അത് ഖൽബ് കൊണ്ടുള്ള നിസ്കാരമാകുന്നു. പപ്പ വളരെ വ്യക്തമായി പറയുന്നു എന്താണ് വുസ്ത. വസ്തു എന്ന് പറയുന്നത് മദ്യം എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതായത് അതിന് വളരെ വ്യക്തമായി, അതായത് ബുദ്ധിപരമായും അത് സമർത്ഥിക്കുകയാണ്, ബാത്തിനിയായി ഏതായാലും അത് ഹഖാണ്. ബുദ്ധിപരമായി തന്നെ ഉപ്പ പറയാണ് ലിഅന്നൽ ഖൽബ, കാരണം ഹൃദയം എന്ന് പറയുന്നത് ഖുലിഖ, അതിനെ സൃഷ്ടിക്കപ്പെട്ടത് ഫീ വസ്തിൽ ജസദി, മനുഷ്യന്റെ ശരീരത്തിന്റെ കറക്റ്റ് മധ്യത്തിലാണ്. ബൈനൽ യമീനി വശിമാലി, വലതിനും ഇടതിനും മധ്യയാണ് ഹൃദയമുള്ളത്. വബൈനൽ ഉൽവി വസുഫ്ലി, മുകൾ ഭാഗത്തിനും താഴ്ഭാഗത്തിനും ഇടയിലാണ്. മനുഷ്യ ഹൃദയം മനുഷ്യന്റെ വലതിനും ഇടതിനും മധ്യേ, മുകൾ ഭാഗത്തിനും താഴ്ഭാഗത്തിനും മധ്യയാണ് എന്നല്ല. വബൈന സആദ വശഖാവ, വിജയത്തിനും പരാജയത്തിനും മധ്യയാണ്. ഏറ്റവും സെൻട്രലാണ്, മധ്യത്തിലാണ് അതിന്റെ സ്ഥാനം. ആ മധ്യത്തിലുള്ള നിസ്കാരം അതാണ് അസ്വലാത്തുൽ വുസ്ത. പാപ്പ പറയുന്നത് നോക്കണം, മധ്യത്തിലുള്ള നിസ്കാരം. അതായത് മധ്യത്തിലുള്ളത് ഒരു മനുഷ്യന്റെ മധ്യത്തിൽ നിലകൊള്ളുന്ന സാധനം ഹൃദയമാണ്. ആ ഹൃദയം കൊണ്ടുള്ള നിസ്കാരവും നിങ്ങൾ സൂക്ഷിക്കണേ. രണ്ടും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ എന്ന് പറഞ്ഞതുപോലെ ളാഹിറ നിസ്കാരം പറഞ്ഞ അതേ ആയത്തിൽ ഹഫിളു അലസ് സ്വലവാത്ത്, നിങ്ങൾ നിസ്കാരങ്ങളെ സൂക്ഷിക്കുക. വസ്വലാത്തി, അറബിയിൽ അത്ഫ് എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ എന്ന് പറയില്ലേ. അതായത് നിസ്കാരങ്ങളെയും വുസ്താ നിസ്കാരത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. ഒരൊറ്റ കൽപ്പനയിലാണ് ഇത് രണ്ട് കാര്യങ്ങളും പറഞ്ഞത്. അപ്പോ ഇത് ലാഹിറ നിസ്കാരം മതി, ബാത്തിനിയ നിസ്കാരം വേണ്ടവർക്ക് എന്ന രീതിയിലല്ല അള്ളാഹു പറഞ്ഞത്. രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ് അള്ളാഹു പറഞ്ഞത്. രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ. كما قال رسول الله صلى الله عليه وسلم القلب بين اصبعين من اصابع الرحمن يقلبها كيف يشاء. അഥവാ ഹൃദയം വിജയത്തിനും പരാജയത്തിനും മധ്യയാണ് എന്ന് പറഞ്ഞല്ലോ, അതിന്റെ തെളിവ് പറഞ്ഞതാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് റഹ്മാനായ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാകുന്നു. യുഖല്ലിബുഹാ കൈഫ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ മറിക്കും, വിജയിക്കും. ചിലപ്പോൾ ആ ഹൃദയത്തെ വിജയികളുടെ കൂട്ടത്തിലാക്കും, ചിലപ്പോൾ പരാജയികളുടെ കൂട്ടത്തിലാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വൽ മുറാദു മിനൽ ഇസ്ബഅൈ, വിരലുകൾ, അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് എന്ന ഈ പ്രയോഗം ഉണ്ടല്ലോ, അതിന്റെ ഉദ്ദേശം സിഫത്തയിൽ ഖഹരി വൽ ലുത്ഫി, ഖഹർ ലുത്ഫ് എന്നീ രണ്ട് ഗുണങ്ങളാകുന്നു. അള്ളാഹുവിന്റെ ഖഹർ വളരെ ബേജാറാണ്, എന്നാൽ അള്ളാഹുവിന്റെ ലുത്ഫ് അത് പ്രതീക്ഷയാണ്. ഇത് രണ്ടിനും ഇടയിലാണ്. ഈ ആയത്ത് കൊണ്ടും ഈ ഹദീസ് കൊണ്ടും അറിയപ്പെട്ടിരിക്കുന്നു അന്നൽ അസ്ല സ്വലാത്തുൽ ഖൽബ്, അടിസ്ഥാനപരമായ നിസ്കാരം എന്ന് പറയുന്നത് അത് ഹൃദയം കൊണ്ടുള്ള നിസ്കാരമാണ്. ഫൈദാ ഗഫല അൻ സ്വലാത്തിഹി, ഒരാൾ ഹൃദയം കൊണ്ടുള്ള നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധനായാൽ ഫസദത് സ്വലാത്തുഹു വസ്വലാത്തുൽ ജവാരിഹി, അവന്റെ ബാത്തിനിയായ ഹൃദയം കൊണ്ടുള്ള നിസ്കാരവും ബാത്തിലായി, ശരീരം കൊണ്ടുള്ള നിസ്കാരവും ബാത്തിലായി. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ സ്വലാത്ത ഇല്ലാ ബിഹുദൂരിൽ ഖൽബ്, ഹുദൂറുൽ ഖൽബ് ഇല്ലാതെ നിസ്കാരമില്ല. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. അതായത് ഹുദൂറുൽ ഖൽബ് ഇല്ലാത്ത നിസ്കാരം നിസ്കാരമല്ല. ലാ സ്വലാത്ത,
ലാ ഇലാഹ, ആ ഒരു ലാ പ്രയോഗമാണ്. ഒരു ഇലാഹേ ഇല്ല എന്ന് പറയില്ലേ, ഇലാഹിന്റെ വർഗം, ആ ജിൻസ് തന്നെ ഇല്ല, ജിൻസിനെ നഫീ ചെയ്യുന്ന ലാ എന്നാണ് ആ ലായുടെ അർത്ഥം. എന്നതുപോലെ ലാ സ്വലാത്ത, നിസ്കാരത്തിന്റെ ആ വർഗം, ആ ഇനം തന്നെ ഇല്ല, നിസ്കാരമേ ഇല്ല, ഇല്ലാ ബിഹുദൂരിൽ ഖൽബ്, ഹുളൂറുൽ ഖൽബ് കൊണ്ടല്ലാതെ. ചുരുക്കി പറഞ്ഞാൽ സ്വലാത്തുൽ വുസ്ത കുറച്ച് തരീഖത്തുകാർക്ക് പറഞ്ഞതല്ല, ഇത് എല്ലാ മനുഷ്യർക്കും അള്ളാഹു വ്യക്തമായി പറഞ്ഞു കൊടുത്ത സംഭവമാണ്. അതായത് ലാഹിറ നിസ്കാരം പോലെ തന്നെ അതേ പവറിൽ തന്നെയാണ് ബാത്തിന നിസ്കാരം എന്നല്ല, അതിനേക്കാൾ ഒരു പടി മുന്നിലാണ്. കാരണം ബാത്തിനിയായ നിസ്കാരമില്ലാതെ ലാഹിറ നിസ്കാരം ഇല്ല, ബാത്തിനിയായ നിസ്കാരമില്ലാതെ ഹുളൂറുൽ ഖൽബില്ല, ഹുളൂറുൽ ഖൽബില്ലാത്ത നിസ്കാരം അത് നിസ്കാരമല്ല. വ്യക്തമാണ്. ലാ സ്വലാത്ത ഇല്ലാ ബിഹുദൂരിൽ ഖൽബ്. ഒന്നുകൂടി പാപ വിശദീകരിക്കുന്നു. ലിഅന്നൽ മുസല്ലി യുനാജി റബ്ബഹു, നിസ്കരിക്കുന്ന ആൾ അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുകയാണ്. വമഹല്ലുൽ മുനാജാത്തി അൽ ഖൽബു, അല്ലാഹുമായി സംഭാഷണം നടക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. ഫഇദാ ഗഫലൽ ഖൽബു, ഒരു മനുഷ്യന്റെ ഹൃദയം അശ്രദ്ധമായാൽ ബതലത് സ്വലാത്തുഹു വനഖലത് സ്വലാത്തുൽ ജവാരിഹി, ആ മനുഷ്യന്റെ നിസ്കാരം ബാത്തിലായി, അതോടുകൂടെ ശരീരം കൊണ്ടുള്ള ലാഹിറ നിസ്കാരവും ബാത്തിലായി. കാരണം ലിഅന്നൽ ഖൽബ, ഹൃദയം, അസ്ലുൻ, അതാണ് അസ്ല്, വൽ ബാഖി, മറ്റ് അവയവങ്ങൾ, താബിഉൻ ലഹു, അതിനോട് പിന്തുടർന്ന് വരുന്നതാണ്. ഹൃദയം രാജാവാണ്, മറ്റ് അവയവങ്ങൾ ആ രാജാവിന് അനുസരിക്കുന്ന പടയണിയാണ്. ഹിയായിൽ 3-ാം വാള്യത്തിൽ ഗസാലി മക്കാരും വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഹൃദയമാണ് എഞ്ചിൻ. ഈ എഞ്ചിൻ ഓടിയാലേ ബാക്കി ബോഗികൾ പോവുള്ളൂ. എഞ്ചിൻ ചലിച്ചില്ലെങ്കിൽ മറ്റെല്ലാം അവിടെ നിൽക്കും. എന്നതുപോലെ ഹൃദയം കൊണ്ട് അല്ലാഹുവുമായി മുനാജാത്ത് നടത്തിയിട്ടില്ലെങ്കിൽ ലാഹിറ നിസ്കാരം തന്നെ നിസ്കാരമല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ പറഞ്ഞല്ലോ, അലാ അറിയണേ, ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമായി. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം എന്നറിയുക. അപ്പൊ ഹൃദയം കൊണ്ടുള്ള നിസ്കാരമില്ലാതെ ലാഹിറ നിസ്കാരം സ്വീകാര്യമല്ല. വസ്സലാത്തു ശരിയ, ശരീഅത്തിന്റെ നിസ്കാരം, മുഅഖ്ഖതത്തുൻ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ 5 മർറാത്ത്. ഇനി ശരീഅത്തിലെയും തരീഖത്തിലെയും നിസ്കാരം തമ്മിലുള്ള വേറെ വ്യത്യാസം, 24 മണിക്കൂറിൽ 5 പ്രാവശ്യമാണ് ശരീഅത്തിന്റെ നിസ്കാരം വരുന്നത്. സമയബന്ധിതമാണ്, ഓരോന്നിന്റെയും ഇടയിൽ സമയമുണ്ട്. വസ്സുന്നത്തു, എന്നാൽ ഏറ്റവും നല്ലത്, സുന്നത്തായ കാര്യം, അയ്യുസല്ലാ ഹാദിഹി സ്വലാത്തു, ഈ നിസ്കാരം നടത്തേണ്ടത് ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചാണ്, ബിൽ ജമാഅത്തി, ജമാഅത്തായിട്ടാണ്, മുതവജ്ജിഹിൻ ഇല ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിട്ടാണ്, വതാബിഅൻ ബിൽ ഇമാമി, ഇമാമിനോട് തുടർന്നുകൊണ്ടാണ്, ബിലാ റിയാഇൻ വലാ സമഅ. ഇത് തന്നെ ഇങ്ങനെ നിസ്കരിക്കുമ്പോ ആള് കാണാൻ വേണ്ടിയോ അതുപോലെ പ്രശസ്തിക്ക് വേണ്ടിയോ ആകരുത്. ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതിനെല്ലാം ബാത്തിനിയായ ഒരു രൂപമുണ്ട്. അത് മനസ്സിലാക്കാനാണ് ഈ ലാഹിറുള്ളത്, മനുഷ്യന്റെ ഈ ശരീരമുള്ളത്. ശരീരത്തിന്റെ കറക്റ്റ് മധ്യത്തിൽ ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം അല്ലാഹുവിന്റെ ഇരിപ്പിടമാണ്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ സിംഹാസനമാണ്. എന്നതുപോലെ
ഈ ഹൃദയം കൊണ്ടുള്ളൊരു നിസ്കാരമുണ്ട്, അതിനൊരു രൂപമുണ്ട്, അതിനൊരു കോലമുണ്ട്, അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഒരു ജമാഅത്തുണ്ട്, അവിടെ ഒരു കഅബയിലേക്ക് മുന്നിടലുണ്ട്, അവിടെ ഒരു ഇമാമ് വേണം, ആ ഇമാമിനോട് തുടരലുണ്ട്. ഇതിന്റെ എല്ലാം ബാഹ്യരൂപമാണ് ലാഹിറ നിസ്കാരം. അതാണ് ഉപ്പാപ്പ പറയുന്നത് വഅമ്മാ സ്വലാത്തു ത്വരീഖ. അപ്പോൾ ത്വരീഖത്തിന്റെ നിസ്കാരം എന്ന് പറയുന്നത് ഫഹിയ മുഅബ്ബദതുൻ ഫീ ഉംരിഹി, തന്റെ ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. ശരീഅത്തിന്റെ നിസ്കാരം ഓരോ ദിവസവും 5 നേരമാണ്, സമയബന്ധിതമാണ്. ത്വരീഖത്തിന്റെ നിസ്കാരം ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണല്ലോ ഏറ്റവും നല്ലത്. ത്വരീഖത്തിന്റെ നിസ്കാരത്തിന്റെ പള്ളി എന്ന് പറയുന്നത് അൽ ഖൽബ്, അത് മനുഷ്യന്റെ ഹൃദയം തന്നെയാകുന്നു. അതാണ് ആ ലാഹിറിന്റെ ബാത്തിൻ. പള്ളി എന്ന് പറയുന്നത് അത് ഹൃദയമാണ്. അതിന്റെ ലാഹിറിൻ അടയാളമാണ് നാം കാണുന്ന പള്ളികൾ. പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം എന്നല്ലേ. എന്നാൽ ത്വരീഖത്തിന്റെ നിസ്കാരത്തിലെ ജമാഅത്ത് എന്ന് പറയുന്നത് ഇജ്തിമാഉ ഖുവൽ ബാത്തിൻ അൽ ഇസ്തിഗാലി ബി അസ്മാഇ തൗഹീദ് ബിലിസാനിൽ ബാത്തിൻ. ബാത്തിനിയായ ശക്തികൾ, അതായത് നമ്മുടെ മനസ്സ്, നമ്മുടെ ആന്തരികമായ എല്ലാ ചിന്തകളും ഏക ഇലാഹായ അല്ലാഹുവിൽ സംഗമിക്കലാണ്. എല്ലാം അല്ലാഹു എന്ന കേന്ദ്ര ബിന്ദുവിൽ സംഗമിക്കലാണ്. നമ്മളെ തന്നെ പല ചിന്തകൾ, പല ഭാഗങ്ങൾ എല്ലാം ഒരൊറ്റ പോയിന്റിലായി ഒരുമിച്ച് കൂടലാണ് ബാത്തിനിയായ ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ അതിനൊരു ഇമാമ് വേണല്ലോ. ആ ഇമാം എന്താ? ആ ഇമാമ ആരാണ്? ഉള്ളിന്റെ ഉള്ളിലെ അല്ലാഹുവിനോടുള്ള പ്രണയമാണ് അതിന്റെ ഇമാം. ഖൽബിന്റെ ഉള്ളാണ് ഫുആദ്. ഖൽബ് തന്നെ 4 or 5 തട്ടുകളായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖൽബിന്റെയും ഉള്ള്, അതിനാണ് അറബിയിൽ ഫുആദ് എന്ന് പറയുന്നത്. അതിനൊന്നും ശരിക്കൊരു മലയാളമില്ല. അപ്പോ ഹൃദയത്തിന്റെ ഉള്ളിലെ അല്ലാഹുവിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് അതിന്റെ ഇമാം. അങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവെ പ്രതിഷ്ഠിച്ച്, അല്ലാഹുവെ ഇരുത്തി, അല്ലാഹുവിന്റെ സിംഹാസനമാക്കി മാറ്റിയാൽ പിന്നീട് മറ്റ് ചിന്തകളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അല്ലാഹുവായി ഇമാം അല്ലാഹുവിനോടാണ് തുടരുന്നത്. അതിന്റെ ഖിബ്ല, ത്വരീഖത്തിന്റെ നിസ്കാരത്തിന്റെ ഖിബ്ല അൽ ഹളറത്തുൽ അഹദിയ്യ വ ജമാലുസ് സമദിയ്യ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹളറത്ത് തന്നെയാണ് ആ മനുഷ്യന്റെ ഖിബ്ല എന്ന് പറയുന്നത്. അല്ലാഹുവിലേക്കാണ് ആ മനുഷ്യന്റെ ഹൃദയം മുന്നിടിച്ചിട്ടുള്ളത്, തിരിച്ചു വെച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്കാകുന്നു. അപ്പൊ അല്ലാഹുവാണ് ഖിബ്ല. വഹിയ ഖിബ്ലത്തുൽ ഹഖീഖ, അതാണ് യഥാർത്ഥ ഖിബ്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബ ശരീഫ്, ബൈത്തുള്ളയാണ്, അല്ലാഹുവിന്റെ വീടാണ്. അതൊരു ലാഹിറൻ അടയാളമാണ്. അല്ലാഹുവിന്റെ ലാഹിറൻ ശിആറായ കഅബ ശരീഫിന് അതിൻ്റെതായ എല്ലാവിധ ഷറഫുകളുമുണ്ട്. എന്തുകൊണ്ട്? അത് അല്ലാഹുവിന്റെ വീടാണ്. എന്നാൽ ത്വരീഖത്തിന്റെ നിസ്കാരത്തിന്റെ ഖിബ്ല അത് അല്ലാഹുവിന്റെ തിരുഹളറത്ത് തന്നെയാണ്. അതിന്റെ ഖിബ്ല മനുഷ്യന്റെ ഹൃദയം തന്നെയാണ്. വൽ ഖൽബു വർ-റൂഹു മശ്ഗൂലുൻ ബിഹാദിഹി സ്വലാത്തി അല ദവാം. അതാണ് ഈ നിസ്കാരത്തിന്റെ മറ്റൊരു പ്രത്യേകത. മനുഷ്യന്റെ ഹൃദയം, വർ-റൂഹു, മനുഷ്യന്റെ ആത്മാവ് ഹൃദയത്തിലാണ്, ആത്മാവിന്റെ കേന്ദ്രം. റൂഹ് എന്ന് പറയുന്നത് ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണെങ്കിലും, ശരീരം മുഴുവൻ ജീവന്റെ തുടിപ്പുണ്ടെങ്കിലും, ശരീരത്തിന്റെ 1 or 2 അവയവമോ
പോയാലും ആ മനുഷ്യന് ഹൃദയമുണ്ടെങ്കിൽ അവിടെ ആ ജീവൻ നിലനിൽക്കുന്നതാണ്. അപ്പൊ റൂഹിന്റെ കേന്ദ്രമാണ് ഖൽബ് എന്ന് പറയുന്നത്. ഖൽബും റൂഹും രണ്ടും മശൂലും ബിഹാദിഹി സ്വലാത്തി അലദ്ദവാം, തരീഖത്തിന്റെ നിസ്കാരവുമായി സദാസമയവും ജോലിയായിക്കൊണ്ടേയിരിക്കും. ഹൃദയമാവട്ടെ ലാ യമൂതു വലാ യനാം, ഹൃദയത്തിന് മരണമില്ല, ഹൃദയത്തിന് ഉറക്കമില്ല. സത്യത്തിൽ അള്ളാഹുവിന്റെ ഒരു വസ്ഫായി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. അല്ലാഹു ഹയ്യുൻ ഖയ്യൂമാണ്. അല്ലാഹുവിന് സിനത്തുമില്ല, നൗമുമില്ല. അല്ലാഹുവിന് ഉറക്കമില്ല, തൂങ്ങി ഉറക്കവും ഇല്ല, ഒരു അശ്രദ്ധ അങ്ങനെ സംഭവം ഇല്ല. അത് മനുഷ്യന്റെ സിഫത്താകുന്നു, ഉറക്കവും തൂങ്ങിയുറക്കവും. എന്നാൽ അല്ലാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരുന്നാൽ ആ ഖൽബ് ലാ യമൂത്ത്, ആ ഖൽബിന് മരണമില്ല, വലാ യനാമു, ആ ഖൽബിന് ഉറക്കവും ഇല്ല. വഹു മശ്ഗൂലുൻ, ആ ഹൃദയം എപ്പോഴും ബിസിയാണ്, ജോലിയാണ്. പിന്നൗമി വൽയഖദത്തി, ഊണിലും ഉറക്കിലും. ബിഹയാത്തിൽ ഖൽബ്, ഹൃദയത്തിന് ജീവൻ വെച്ചത് കൊണ്ടാണ് അല്ലാഹുമായി ജോലിയാകുന്നത്. എന്നാൽ അതിന് ബിലാ സൗത്തിൻ, ശബ്ദമില്ല, വലാ ഖിയാമിൻ, നൃത്തമില്ല, വലാ ഖുഊദിൻ, ഇരുത്തവുമില്ല. അങ്ങനെ പ്രത്യേക നിൽക്കലോ ഇരുത്തമോ ഇല്ലാതെ, ശബ്ദമില്ലാതെ. ഇതിനപ്പുറം ഇത് എങ്ങനെയാണ് ഇത് പറഞ്ഞു തരിക? ഉപ്പാപ്പ വളരെ വ്യക്തമായി റൂഹിനെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ദിക്റുള്ളവർക്ക് ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ നിസ്കാരത്തിന് നൃത്തമില്ല, ഇരുത്തമില്ല, ശബ്ദമില്ല. ഇതിന് ഊണില്ല, ഉറക്കില്ല, രാവില്ല, പകലില്ല. ഇപ്പോഴും അല്ലാഹുമായി ജോലിയാകുന്നതാണ് ത്വരീഖത്തുൽ നിസ്കാരം എന്ന് പറയുന്നത്. فهو مخاطب بقوله تعالى إياك نعبد وإياك نستعين. ആ മനുഷ്യനാണ് ശരിക്കും അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന മഖാം. അഥവാ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട്, അല്ലാഹുവേ നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന മഖാമ് ഇവർക്ക് പറഞ്ഞതാണ്. അല്ലാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. അവർക്ക് പിന്നീട് മരണമില്ല. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞത്, الأنبياء والأولياء يصلون في قبورهم كما يصلون في بيوتهم. അമ്പിയാക്കളും ഔലിയാക്കളും, അമ്പിയാക്കൾ മാത്രമല്ല ഔലിയാ, അമ്പിയാക്കളും ഔലിയാക്കളും യുസല്ലൂന ഫീ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ നിസ്കരിക്കുന്നതാണ്. കമാ യുസല്ലൂന ഫീ ബുയൂതിഹിം, അവരുടെ വീടുകളിൽ അവർ നിസ്കരിക്കുന്നത് പോലെ. ആ ഹദീസിന്റെ ലഫ്ദിന്റെ അർത്ഥം നോക്കൂ. അവരുടെ വീടുകളിൽ നിസ്കരിക്കുന്നത് പോലെ അവരുടെ ഖബറുകളിലും അവർ നിസ്കരിക്കുന്നവരാണ്. ഐ മശ്ഗൂലൂന ബില്ലാഹ്, അല്ലാഹുമായിട്ടാണ് അവർ ജോലിയാകുന്നത്. വമുനാജാതിഹി, അല്ലാഹുമായിട്ടാണ് അവർ അഭിമുഖ സംഭാഷണം നടത്തുന്നത്. ലിഹയാതി ഖുലൂബിഹിം, കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് ജീവനുണ്ട്. അവരുടെ ജീവന്റെ ജീവനായ അല്ലാഹു ഹൃദയത്തിൽ ഹയാത്ത് കൊടുത്തിട്ടുണ്ട്. فإذا اجتمعت صلاة الشريعة والطريقة ظاهرا وباطنا, ലാഹിറിലും ബാത്തിനിലും തരീഖത്തിന്റെയും ശരീഅത്തിന്റെയും നിസ്കാരം ഒരുമിച്ച് വന്നാൽ
ഫഖദ് തമ്മത്തിസ് സ്വലാഹ്, ആ നിസ്കാരം സമ്പൂർണമായി. യഅനി തകൂനു സ്വലാത്തുഹു സ്വലാത്തൻ താമ്മ, ആ മനുഷ്യന്റെ നിസ്കാരം അത് ഇൻസാനുൽ കാമിലാണ്. കാമിലായ മനുഷ്യന്റെ കാമിലായ നിസ്കാരം കാമിലായി. തകൂനു സ്വലാത്തുഹു സ്വലാത്തൻ താമ്മ വഅജ്റുഹാ അദീം, അതിന്റെ പ്രതിഫലം വലുതാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഫിൽ ഖുർബത്തി ബിർറൂഹാനിയ്യ, റൂഹാനിയായ തരീഖത്തിന്റെ നിസ്കാരം കൊണ്ട് അല്ലാഹുമായി അടുപ്പമുണ്ടായി. അത് എത്രയാണ്, എങ്ങനെയാണ്, അതിന്റെ വണ്ണം, അതിന്റെ കൈഫിയത്ത് അത് വിവരിക്കാൻ പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. വദ്ദറജാത്തി ബിൽ ജിസ്മാനിയ്യ, ജിസ്മാനിയായ നിസ്കാരം സംഭവിച്ചത് കൊണ്ട് ആ മനുഷ്യന്റെ ദറജകൾ കൂടി പോവുകയും ചെയ്തു. ഫയകൂനു ഹാദർ റജുലു ആബിദൻ ഫിൽ ളാഹിരി വആരിഫൻ ഫിൽ ബാത്തിനി, ഈ മഹാൻ ലാഹിറിൽ ആബിദും ബാത്തിനിൽ ആരിഫുമാകുന്നതാണ്. എന്നാൽ വഇദാ ലം തഹ്സുൽ സ്വലാത്തു തരീഖത്തി ബിഹയാത്തിൽ ഖൽബി, ഖൽബിന് ജീവൻ വെച്ചുകൊണ്ട് ഉള്ള തരീഖത്തിന്റെ നിസ്കാരം ഇല്ലെങ്കിൽ ഫഹുവ നാഖിസുൻ, അവന് നാഖിസാണ്. വഅജ്റുഹു യകൂനു മിന ദറജ ലാ ബിൽ ഖുർബ, അല്ലാഹുവിനോട് അടുപ്പം എന്നുള്ള സംഭവം അതുകൊണ്ട് ലഭിക്കുകയില്ല. അല്ലാഹു കനിഞ്ഞേകിയാൽ അവന് പദവി ഉയർത്തപ്പെട്ടേക്കാം. എന്നാലും ആ മനുഷ്യന് നിസ്കാരമാകണമെങ്കിൽ ബാത്തിനിയായ നിസ്കാരം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ശരീഅത്തിലെയും തരീഖത്തിലെയും നിസ്കാരം, ലാഹിറൻ വബാത്തിനൻ നിസ്കാരം, ലാഹിറൻ വബാത്തിനൻ ശുദ്ധി, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ ഗൗസുൽ ആദം തങ്ങൾ പാപ്പ തന്നെ അവിടുത്തെ സിറുൽ അസ്റാറിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബാത്തിനിയായ നിസ്കാരം അത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഒരു കൂട്ടം തരീഖത്തുകാരോട് മാത്രമല്ല അല്ലാഹു കൽപ്പിച്ചത്. ഹാഫിളു അലസ് സ്വലവാത്തി എന്ന ആയത്ത് പറഞ്ഞ അതേ ആയത്തിൽ ആ ആയത്തിനോട് അത്ഫ് ചെയ്തുകൊണ്ട് ചേർത്തി പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വലാത്തുൽ വുസ്ത പറഞ്ഞത്, ത്വരീഖത്തിന്റെ നിസ്കാരം പറഞ്ഞത്. ഇപ്പൊ എല്ലാ മനുഷ്യർക്കും 5 വഖ്ത് നിസ്കാരമുള്ള എല്ലാവർക്കും ത്വരീഖത്തിന്റെ നിസ്കാരവും നിർബന്ധമാണ്. ഖുർആൻ നസ്സാണ്, തെളിവാണ്. തങ്ങൾ പാപ്പ വളരെ വ്യക്തമായി വിശദീകരിച്ച് പറഞ്ഞു തന്നതാണ്. അതിനപ്പുറമുള്ള ഒരു തഫ്സീർ ഈ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ട് ഉണ്ടാവുകയുമില്ല. തങ്ങൾ പാപ്പയുടെ തഫ്സീർ അംഗീകരിക്കാത്തതിനെ പറ്റി നമുക്ക് ഒന്നും പറയാനില്ല. വലത്ത് ശരീഅത്തെന്നും കാടലുള്ളവർ, ഇടത്ത് ഹഖീഖത്തെന്നും കാടലുള്ളവർ. ഉപ്പാപ്പ ഈ വിശദീകരിച്ചത് വളരെ വ്യക്തമായി ലാഹിറിനെയും ബാത്തിനെയും ശരീഅത്തിനെയും തരീഖത്തിനെയും വളരെ വ്യക്തമാക്കിയിട്ടാണ് ഉപ്പാപ്പ പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ അവനോട് പിന്നീട് സംസാരമില്ല. ഇതിനെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടാൽ, ഒരാൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ അവൻ തരീഖത്തിൽ എത്തിയിരിക്കുക തന്നെ ചെയ്യും. തരീഖത്തിൽ എത്താതെ ഒരു മനുഷ്യന് 5 വഖ്ത് നിസ്കാരം നിർവഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങൾ ഇതുവരെ ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റിൽ എത്തിയിട്ടില്ലെങ്കിൽ, ഈ ലോകത്തെ ഈ കാലഘട്ടത്തിന്റെ എല്ലാമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. തരീഖത്തിന്റെ നിസ്കാരം നിസ്കരിക്കാൻ നിങ്ങൾ പഠിക്കുക. തരീഖത്തിന്റെ ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റിലേക്ക് കടന്നു വരിക. ഇനി നിങ്ങൾക്ക് ഈ ദിക്ർ അവിടുത്തെ ഖലീഫമാരിൽ നിന്ന്, അല്ലെങ്കിൽ ആദ്യമായി ഉപ്പാപ്പയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക.
ഉപ്പാപ്പയുമായി ബന്ധം പുലർത്തുക. ഈ ദിക്ർ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, ഈ ദിക്ർ നിലനിർത്തണം. ഉപ്പാപ്പയുമായി സ്വഹബത്തും വേണം, രണ്ടും വേണം. ചില ആളുകൾക്ക് സ്വഹബത്ത് നഷ്ടപ്പെട്ടവരുണ്ട്. ഉപ്പാപ്പന്റെ ഔദാര്യം കൊണ്ട് ഉപ്പാപ്പ ഉദ്ദേശിച്ചവർക്ക് ഉപ്പാപ്പ രക്ഷപ്പെടുത്തും. എന്നാൽ ഉപ്പാപ്പയുടെ എപ്പോഴുള്ള നിർദ്ദേശമാണ് ഉപ്പാപ്പയുമായി ബന്ധപ്പെടണം, ഉപ്പാപ്പ സ്ഥാപിച്ച മജ്ലിസുകളിൽ വരണം. എന്നാലാണ് ഇതിനൊരു ആത്മീയമായ വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഉപ്പാപ്പയുടെ ഇടക്കിടക്ക് ഇങ്ങനെ റീഫ്രഷ് അടിച്ചാലാണ് ഹൃദയം മശായിഖ് ഡയറക്റ്റ് ശുദ്ധീകരിക്കുമ്പോഴാണ് ആത്മീയമായി വളർച്ച ഉണ്ടാകുന്നത്, തിരിച്ചറിവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ദിക്ർ കിട്ടിയവർ ഉപ്പാപ്പയുമായി ബന്ധപ്പെടുക, ദിക്ർ കിട്ടാത്തവർ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ല ഞങ്ങൾ ഉപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാജിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.